ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മെയ് 6. നന്ദിയുള്ള ഹൃദയങ്ങൾ. ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 18-ാം വാക്യം. ഹാൻസിൽ പാച്ച്മെന്റ് ഒരു പ്രതിസന്ധിയിലായി. ടോക്കിയോ ഒളിമ്പിക്സിലെ സെമി ഫൈനലിനായി തെറ്റായ സ്ഥലത്താണ് അദ്ദേഹം ബസ്സിറങ്ങിയത്. കൃത്യസമയത്ത് സ്റ്റേഡിയത്തിലെത്തുമെന്ന പ്രതീക്ഷയില്ലാതെ അദ്ദേഹം കുടുങ്ങി. എന്നാൽ നന്ദിയോടെ പറയട്ടെ, ഗെയിമുകളിൽ സഹായിക്കുന്ന സന്നദ്ധ പ്രവർത്തകയായ ട്രിജന സ്റ്റോജ്കോവിച്ച് അദ്ദേഹത്തെ കണ്ടു. അവൾ അദ്ദേഹത്തിന് ടാക്സിയിൽ പോകാൻ കുറച്ച് പണം കൊടുത്തു. അങ്ങനെ ഹാൻസിൽ കൃത്യസമയത്ത് സെമി ഫൈനലിലെത്തി. ഒടുവിൽ 110 മീറ്റർ ഹഡിൽസിൽ സ്വർണ്ണ മെഡൽ സ്വന്തമാക്കി. പിന്നീട് സ്റ്റോജ്കോവിച്ചിനെ കണ്ടെത്താനായി അദ്ദേഹം തിരികെ പോയി. അവളുടെ ദയയ്ക്ക് നന്ദി പറഞ്ഞു. ലൂക്കോസ് 17-ൽ തന്നെ സൗഖ്യമാക്കിയതിന് നന്ദി പറയാൻ യേശുവിൻ്റെ അടുക്കൽ മടങ്ങി വന്ന ശമരിയക്കാരനായ കുഷ്ഠരോഗിയെപ്പറ്റി നാം വായിക്കുന്നു. യേശു ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടെ 10 കുഷ്ഠരോഗികളെ കണ്ടുമുട്ടി. അവരെല്ലാം യേശുവിനോട് സൗഖ്യത്തിനായി അപേക്ഷിച്ചു. എല്ലാവരും അവൻ്റെ കൃപയും ശക്തിയും അനുഭവിച്ചു. സുഖം പ്രാപിച്ചതിൽ 10 പേർ സന്തോഷിച്ചു. എന്നാൽ ഒരാൾ മാത്രം മടങ്ങി വന്ന് നന്ദി അറിയിച്ചു. അവൻ ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നു. അവൻ്റെ കാൽക്കൽ കവിണ്ണു വീണ് അവന് നന്ദി പറഞ്ഞു. ഓരോ ദിവസവും നാം പല വിധത്തിൽ ദൈവാനുഗ്രഹം അനുഭവിക്കുന്നു. ദീർഘനാളത്തെ കഷ്ടപ്പാടുകൾക്ക് ശേഷം പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതോ അപരിചിതരിൽ നിന്ന് സമയോചിതമായ സഹായം സ്വീകരിക്കുന്നതോ പോലെ അത് നാടകീയമായിരിക്കാം. ചിലപ്പോൾ ഒരു ബാഹ്യ ജോലി പൂർത്തിയാക്കാൻ നല്ല കാലാവസ്ഥ പോലുള്ള സാധാരണ രീതികളും അവൻ്റെ അനുഗ്രഹങ്ങൾ വരാം. ശമരിയക്കാരനായ കുഷ്ഠരോഗിയെപ്പോലെ നമ്മോടുള്ള ദയയ്ക്ക് ദൈവത്തിന് നന്ദി പറയാൻ നമുക്ക് ഓർക്കാം. ചിന്തിക്കുക, ഇന്ന് നിങ്ങൾക്ക് ദൈവത്തിന് എന്ത് കാര്യത്തിനു വേണ്ടി നന്ദി പറയാൻ കഴിയും? ദൈവത്തിന് മഹത്വം.